ഇന്ന് നമുക്ക് ബീറ്റർ ഓവനൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടോ. ക്യാരറ്റ് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കട്ടോ. ഇനി ഒരു മുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് ചിക്കി എടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ടയും 2 ബ്രെഡ് പീസാക്കിയതും പിന്നെ 1/4 കപ്പ് മൈദയും ഏലക്കയ്ക്ക് പകരം ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ കേട്ടോ. ഇനി ഒരു നുള്ളുപ്പും 1/4 കപ്പ് പാലും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ. എന്നിട്ട് അതൊരു ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടാറിയ ക്യാരറ്റിൻ്റെ മിക്സ് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ. ഇനി ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത പാനിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചെടുത്തിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കട്ടോ. ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കിത് വീണ്ടും ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി അരിഞ്ഞു പോവേ. ഇനി ഒരു ബോർഡ് വെച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളിയേ.